സീറോ മലബാർ സഭയെ ആരാണ് നയിക്കുന്നത്? നേതൃത്വം ആരിലാണ്? ആരെ ഉദ്ദേശിച്ചാണ് സഭാ നേതൃത്വം എന്ന് പറയുന്നത്? സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതൻ ഉൾപ്പെടെ ഇപ്പോൾ എല്ലാം മറന്ന് സത്യവിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെ തിരസ്കരിച്ചു. ഇവിടത്തെ തന്നിഷ്ടക്കാരോട് ചേർന്ന് സഭയുടെ കൂടെ നിന്നവരെ അവഹേളിച്ചു. പുറം രാജ്യങ്ങളിലുള്ള വൈദികർക്കും അപമാനം ഉണ്ടാക്കി. ഇതിൽ പരം ഇനി സഭയ്ക്ക് എന്താണ് നാശം? ആത്യന്തികമായി സിനഡ് മെത്രാന്മാർ മാത്രമായിരിക്കും ഇതിന് ഉത്തരവാദികൾ. ഏകീകൃത കുർബാന നടപ്പാക്കണമെങ്കിൽ സഭയോടൊപ്പമുള്ള വൈദികർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക. സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് അവർ സഭയോടൊപ്പം നിൽക്കുന്നത്. വിവിധ വൈദികർ എത്രമാത്രം വർക്കി പിതാവിനെയും പടിയറ പിതാവിനെയും താഴത്തു പിതാവിനെയും ആലഞ്ചേരി പിതാവിനെയും ഒക്കെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. അതുപോലെ സഭയോടൊപ്പമുള്ള പല വൈദികരും ശാരീരികമായും മാനസികമായും ഇവരിൽ നിന്നും പീഡനം ഏറ്റിട്ടുണ്ട്. പല പ്രാവശ്യം ഈ നരാധമന്മാരായ വിമതന്മാർ ഇവരുടെ കുടിവെള്ളം പോലും മുട്ടിച്ചിട്ടുണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പടപൊരുതുന്നതിന് ഇടവകകൾ തോറും ഫൊറോനകൾ തോറും സംഘടിക്കണം. ഇത് കർത്താവിന് വേണ്ടിയാണെങ്കിൽ ഒരുക്കം ആവശ്യമാണ്. വെറുപ്പും വിദ്വേഷവുമുള്ള മനോഭാവങ്ങൾ മാറണം. വിശുദ്ധി, പ്രാർത്ഥന, സ്നേഹം, ഐക്യം ഇതൊക്കെ ആവശ്യമാണ്. ഇല്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുപോലെ മെത്രാന്മാർ അരമനകളിൽ നിന്നും ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങണം. അവരുടെ അധികാരം പ്രയോഗിക്കണം. ആദ്യം തന്നെ അവർ ഇറക്കിയ ഓർഡർ അനുസരിക്കാതെ എറണാകുളത്തെ 4 പള്ളികളിൽ നിയമവിരുദ്ധമായി അള്ളിപ്പിടിച്ചു കിടക്കുന്ന വിമത വൈദികരെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഒഴിപ്പിക്കാൻ നേതൃത്വം കൊടുക്കണം. മെത്രാൻ വന്നാൽ ഒരു വിമത കുഞ്ഞുങ്ങളും അടുക്കില്ല. പോലീസ് സപ്പോർട്ടും കിട്ടും. ഒരു സ്ഥാപനത്തിന്റെ ഉടമ അവിടെ അനധികൃതമായി താമസിക്കുന്ന ആളെ ഇറക്കാനുള്ള സഭയുടെ ഉത്തരവും കോടതി ഉത്തരവും കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും സാധിക്കും. ഇനി വിമതന്മാർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിവുള്ളതും അവർ പണ്ടേ തള്ളിക്കളഞ്ഞതുമാണെന്നും ഉള്ള ധൈര്യം മെത്രാന്മാർ മനസ്സിലാക്കണം.